ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഗ്രേവിക്ക് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരക്കപ്പ് നാളികേരം ചിരകിയിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അധികം നാളികേരത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് നാളികേരം മതി. നാളികേരം വറുത്തരച്ചിട്ട് നമ്മൾ മുട്ടക്കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് മുട്ടക്കറിക്ക് ഉണ്ടാവുക. ഇപ്പോൾ നാളികേരം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ചീനച്ചട്ടിയിൽ നിന്ന് ഞാൻ നാളികേരം എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക് നീളനരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്. അപ്പോൾ വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. അപ്പോൾ മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വറുത്തരയ്ക്കാത്ത മുട്ടക്കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാൻ ചോറിനൊക്കെ പറ്റിയ മീൻകറിയുടെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മുളകും മല്ലിയെല്ലാം തന്നെ നന്നായി ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്തിട്ട് അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ മസാലയും വറുത്തരച്ച നാളികേരവും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്ര വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി തിളപ്പിക്കുമ്പോൾ ഇത് കറക്റ്റ് തിക്കായിട്ട് വന്നോളും. ഇപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടി ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിക്കുക. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കോഴിമുട്ട മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകുതി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കോഴിമുട്ട പകുതി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് തിളപ്പിക്കുക. ഒന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.